സർവീസിൽ നിനക്കുണ്ട്. ആ വാക്യം വായിച്ചതെങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ നിനക്ക് സർവീസിലുണ്ട് എന്ന് പറഞ്ഞാൽ അത് സർവീസിലെ ഒരു സഭയെ നോക്കി പറയുകയാണ്. ഒരു ലോക്കൽ ചർച്ചാണ് സർവീസിലെ സഭ. ആ സർവീസിലെ സഭയെ നോക്കി കർത്താവ് പറയുകയാണ്, ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ നിനക്ക് സർവീസിലുണ്ടെന്ന് പറഞ്ഞാൽ ആ ചർച്ചിലെ കുറെ പേരുടെ ഉടുപ്പ് മലിനമായിട്ടില്ല, കുറെ പേരുടെ ഉടുപ്പ് മലിനമായി എന്നാണ് അതിന്റെ അർത്ഥം. അത് സഭയിലെ പാസ്റ്റർക്ക് മനസ്സിലാകത്തില്ല, കൂടെ ഇരുന്ന് കൈയടിക്കുന്ന വിശ്വാസിക്ക് മനസ്സിലാകത്തില്ല, കമ്മിറ്റിക്കാർക്ക് മനസ്സിലാകത്തില്ല, പ്രസിഡന്റിനോ സെക്രട്ടറിക്കോ ഒന്നും മനസ്സിലാകത്തില്ല. പക്ഷെ മനസ്സിലാക്കുന്നത് ഒരുവനുണ്ട്, കാണുന്നു. അതുകൊണ്ട് അവിടെ പറയുകയാണ്, ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ നിനക്ക് സർവീസിലുണ്ട്. ഉടുപ്പ് മലിനമായാൽ നമുക്ക് പ്രതിവിധിയുണ്ട്. ഉടുപ്പ് മലിനമായാൽ പ്രതിവിധിയുണ്ട്. 16-ാം അധ്യായം 15-ാം വാക്യത്തിൽ വായിച്ചത് സൂക്ഷിച്ചു കൊള്ളണം എന്ന് പറഞ്ഞാൽ അറിയാമോ, ഉടുപ്പ് കള്ളൻ മോഷ്ടിച്ചു കൊണ്ടുപോകും, കള്ളൻ കൊണ്ടുപോകും. കൊണ്ടുപോയാൽ പിന്നെ തിരിച്ചു കൊണ്ടുവരിക പ്രയാസമാണ്. മടങ്ങി വരാം, മടങ്ങി വരത്തില്ലെന്ന് ഞാൻ പറയത്തില്ല. മടങ്ങി വന്ന് ചരിത്രം ബൈബിളിനെ പഠിപ്പിക്കുന്നുണ്ട്. മടങ്ങി വരുന്നവരെ അതുപോലെ കർത്താവ് സ്നേഹിക്കുന്നുണ്ട്. പിന്മാറിപ്പോകുന്നവരെ കൊണ്ടുവരുവാൻ പ്രയാസം എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. പക്ഷെ മടങ്ങി വരാം എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മലിനമായാൽ കുറെ കൂടി എളുപ്പമാണ്. നഷ്ടപ്പെട്ടു പോയാൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വിലപ്പിടിപ്പുള്ളതിനെയാണ് കളറ് വേണ്ടത്. നമ്മുടെ വീട്ടിലൊക്കെ സിറ്റൗട്ടിൽ കിടക്കുന്ന ചവിട്ടിയൊന്നും ആർക്കും വേണ്ട, അത് അവിടെ തന്നെ കിടക്കുക. പക്ഷെ ഒരു അരപ്പവൻ ഉണ്ടെങ്കിൽ നമ്മളത് ഏറ്റവും സേഫായിട്ട് ഉള്ളത്. അപ്പൊ നമ്മുടെ ഉടുപ്പ് എന്താണെന്നറിയാമോ, വളരെ വിലപ്പെട്ടതാണ്. ഈ രണ്ട് ഭാഗത്തും പഠിപ്പിച്ചത് ഉടുപ്പിനെ കുറിച്ചാണ്. ഉടുപ്പ് വളരെ വിലപ്പെട്ടതാണ്. അത് മലിനമായാൽ നമുക്കതിനെ വെളുപ്പിക്കാം. കാരണം 4-ാം അധ്യായത്തിൽ അത് പറഞ്ഞിട്ട് അതിന്റെ പ്രതിവിധി പറഞ്ഞിട്ടാണ് കർത്താവ് 4-ാം അധ്യായം പറഞ്ഞത്. പ്രതിവിധി 3-ാം വാക്യമാണ്. അതൊന്ന് വായിച്ചു കേട്ടെ. 3:3 വായിച്ചു കേട്ടെ. വെളിപ്പാട്, ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും നോക്കിയ മാനസാന്തരപ്പെട്ടാൽ മതി. അപ്പോൾ മലിനമായാൽ നമുക്ക് അതിനെ കറക്റ്റ് ചെയ്യാം, ആ മലിനത മാറ്റാം. പക്ഷേ ഇപ്പോൾ എന്റെ ഉടുപ്പ് 1, 2, 3 കറയുണ്ടെന്ന് നിങ്ങളെ വിചാരിക്കുക. പക്ഷെ നമുക്കത് വെളുപ്പിക്കാം, എങ്ങനെയൊക്കെ വെളുപ്പിക്കാം. അതിന് മാർഗങ്ങളുണ്ട്. ആ പ്രയാസപ്പെട്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ആരുടെയെങ്കിലും ഷർട്ടേലോ ഉടുപ്പേലോ എന്തെങ്കിലും ഒരു ഭൗതിക കാര്യം തന്നെ പറഞ്ഞു തന്നിട്ടങ്ങ് പോകാം. അല്ല പിന്നെ നിങ്ങളെ വിളിച്ചു ചോദിക്കും, സഹോദരൻ എങ്ങനെ വെളുപ്പിടും. ഭൗതിക കാര്യം, ആത്മീയ കാര്യത്തിലേക്ക് ഞാൻ പിന്നീട് വരാം. ഭൗതിക കാര്യം ഉടുപ്പേൽ എന്തെങ്കിലും ചെറിയ കറയുണ്ടെങ്കിൽ അറിയാമോ, നമ്മുടെ വീട്ടില് എല്ലാവരുടെയും വീട്ടിൽ പെർഫ്യൂം ഉണ്ടല്ലോ. പെർഫ്യൂം പെർഫ്യൂം എന്താ പറയുക, ആ കറ വെച്ചെടുത്തോട്ട് ഭൗതിക കാര്യമാണ്, ആത്മീയ കാര്യമല്ല. കറ വെച്ചെടുത്തോട്ട് അല്പം വെള്ളം അങ്ങ് തൊട്ടങ്ങ് വെറ്റാക്കിയിട്ട് അതിലോട്ട് പെർഫ്യൂം അടിക്കുക. പെർഫ്യൂം അടിച്ചിട്ട് അങ്ങനെ തന്നെ ഒരു 1/2 മണിക്കൂർ വെച്ചേക്കുക. ഒരു 1/4 മണിക്കൂർ അങ്ങനെ വെച്ചിട്ട് നിങ്ങൾ ഏതെങ്കിലും ഡിറ്റർജന്റ്, ഡോക്ടർ വാഷോ അതുപോലെ ഏതെങ്കിലും സോപ്പ് ഇട്ട് കഴിച്ചാൽ മതി. അതങ്ങ് പൊക്കോളൂ. ഭൗതിക കാര്യം, ആത്മീയ കാര്യം പറയുക. ഭൗതിക കാര്യം നിങ്ങൾ വിളിച്ചു വെച്ചു. പിന്നെ ആത്മീയ വിഷയം, ഇപ്പോൾ എന്റെ ഉടുപ്പ് 2-3 കറയുണ്ടെങ്കിൽ അത് വെളുപ്പിക്കാന്ന് പറയും എന്ന് പറയുന്ന ഒരു ആത്മീയ വിഷയത്തിൽ മകൻ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ സംഭവിച്ചാൽ അത് വചനത്തിലൂടെയോ പ്രവാചകനിലൂടെയോ ദൈവം നമ്മളോട് നേരിട്ടോ നമ്മോട് ഇടപെടുമ്പോൾ ദൈവസനിൽ വീണ് നെടുമ്പാട് വീണ് ഏറ്റു പറഞ്ഞ് അതിനെ നമ്മൾ ഉപേക്ഷിക്കുന്നുവെങ്കിൽ ദൈവം നമ്മൾ ക്ഷണിക്കും. അതാ 3-ാം വാക്യം പറയുന്നത്, മാനസാന്തരപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞത്. അവൻ സ്വന്തം പഴയ നിയമത്തിൽ പോലും അവൻ മടങ്ങി വരാൻ സാധ്യതകൾ ഉണ്ടായിരുന്നു. ആരെങ്കിലും അബദ്ധവശാൽ തെറ്റ് ചെയ്തു പോയാൽ അവൻ ഓടി വന്ന് അഭയം പ്രാപിപ്പാൻ സങ്കേത നഗരങ്ങൾ ഉണ്ടായിരുന്നു. 6 സങ്കേത നഗരങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് കാദേശായിരുന്നു, ശേഖേം, ഹെബ്രോൻ, ബേസർ, രാമോത്ത്, ഗോലാൻ. 6 സങ്കേത നഗരങ്ങൾ ഉണ്ടായിരുന്നു. അതിലേക്ക് ഓടി എത്തിയാൽ അറിയാമോ, ആരും ഇവിടെ കൊല്ലത്തിലായിരുന്നു, മനസ്സങ്കടപ്പെടാമായിരുന്നു. പുതിയ നിയമത്തിലും അങ്ങനെ തന്നെയാണ്. അവൻ സ്വന്തം അബദ്ധവശാൽ നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ സംഭവിച്ചു പോയാൽ നമുക്കതിനെ അലക്കി വെളുപ്പിക്കാം.
കാൽവരി ക്രൂശിലെ രക്തത്താൽ അതിനെ അലക്കി വെളുപ്പിക്കുവാൻ റെഡിയായിത്തീരും, യാതൊരു സംശയവുമില്ല. എന്നാൽ എന്റെ ഉടുപ്പ് മുഴുവൻ അങ്ങ് കറയാൽ പോയാലോ? എന്റെ ഉടുപ്പ് മൊത്തം കറയായാൽ പിന്നെ കൊണ്ടുപോയെന്ന് അതിനെ കത്തിച്ച് കളയാനേ കൊള്ളത്തുള്ളൂ. അതുകൊണ്ട് മലിനമാകുന്നു എന്ന് കാണുമ്പോഴേ നെടുമ്പാട് ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞോണം, ഉപേക്ഷിക്കണം. ശത്രുവിന്റെ ആഗ്രഹമോ നമ്മുടെ ഉടുപ്പിന്റെ മലിനത കൂട്ടാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പറയുന്ന വിഷയത്തിലേക്ക് കടന്നു വരട്ടെ. അവൻ സ്വന്തം ഇനി ഞാൻ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന വിഷയം, അവൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഉടുപ്പുകൾ ഏതൊക്കെയാണെന്നാണ് ചിന്തിക്കാൻ പോകുന്നത്. ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ നിനക്ക് സർവീസിലുണ്ട്. കുറെ പേർ ഉടുപ്പ് മലിനമായിരിക്കുക. അവൻ സ്വന്തമല്ല. അതുകൊണ്ട് ആ ഉടുപ്പുകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ചിന്തിപ്പാൻ പോകുന്നത്. അവൻ ദൈവാത്മാവ് തന്നിരിക്കുന്ന 9 ഉടുപ്പുകളുണ്ട്. പക്ഷെ 9 ഉടുപ്പുകൾ ഇനി എന്റെ മുമ്പിൽ 45 മിനിറ്റേ ഉള്ളൂ. 45 മിനിറ്റോട് 9 ഉടുപ്പുകൾ പറയാൻ സമയമില്ല. അതുകൊണ്ട് പറയാവുന്നത്തോളം ഞാനൊരു 11 5 മിനിറ്റ് ഉള്ള സമയം വരെ പറയാവുന്നത്തോളം പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. നമുക്ക് ചിന്തിക്കാം ഏതൊക്കെ ഉടുപ്പുകളാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അത് മലിനമാകരുത്, 2 നഷ്ടപ്പെട്ടു പോകരുത്. മലിനമായാൽ അലക്കി നമുക്ക് വെളുപ്പിക്കാം. പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തം നമ്മുടെ സകല പാപവും ഒക്കെ നമ്മെ ശുദ്ധീകരിക്കുന്നുവെന്ന് 1 യോഹന്നാൻ 1:7 നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഏതൊക്കെ അവൻ വസ്ത്രങ്ങളാണ്, ഉടുപ്പുകളാണ്, ആത്മീയ വസ്ത്രങ്ങളാണ്, സ്പിരിച്വൽ ക്ലോത്ത്സ് ആണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് എന്ന വിഷയമാണ് നമ്മൾ പഠിപ്പാൻ പോകുന്നത്. ആദ്യത്തെ 2 ഉടുപ്പുകൾ പഠിപ്പിക്കുന്നത് ഒരു വാക്യത്തിൽ തന്നെയാണ്. 2 ഉടുപ്പുകൾ. ആ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. യെശയ്യാ പ്രവചനം 61-ാം അധ്യായം 10-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. അവിടെ 2 ഉടുപ്പുകൾ പഠിപ്പിക്കുന്നു ഒരു വാക്യത്തിൽ തന്നെ. വായിച്ചു. യെശയ്യാവ് 61:10. ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും, എന്റെ ഉള്ളം എന്റെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. മണവാളൻ തലപ്പാവ് അണിയുന്നത് പോലെയും തന്നെത്താൻ അലങ്കരിക്കുന്ന പോലെയും. 1-ാമത്തെ വസ്ത്രം കൂടെ പറയുകയാണ്, അവനെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച്. 2-ാമത്തെ വസ്ത്രം കൂടെ പഠിപ്പിക്കുകയാണ്, സ്പിരിച്വൽ ക്ലോത്ത്, ആത്മീയ വസ്ത്രം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഉടുപ്പാണ്. 1 രക്ഷാവസ്ത്രം, 2 നീതി എന്ന അങ്കി. നാം രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവം നമുക്ക് എന്തിനാവോ ഒരു ഉടുപ്പ് തന്നു. 10ാം ക്ലാസ്സിൽ പോയിട്ട് നല്ല മാർക്കോടെ ജയിച്ചു, ഓൾ എ പ്ലസ്, അല്ലെങ്കിൽ ഒരു നല്ല മാർക്ക് ലഭിച്ച ഉടനെ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി ഒരു നല്ല ചുരിദാർ, ഒരു നല്ല ഷർട്ട്, സന്തോഷം പ്രകടിപ്പിക്കുക. നാം ആയിരുന്ന അന്ധകാരത്തിൽ നിന്ന് അവൻ നമ്മെ അത്ഭുത പ്രകാശത്തിലേക്ക് നാം രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവം നമുക്കൊരു ഉടുപ്പ് തന്നു, ഒരു സ്പിരിച്വൽ ക്ലോത്ത്സ്, ഒരു ആത്മീയ വസ്ത്രം ദൈവം നമുക്ക് തന്നു. ഇത് ആത്മീയ വസ്ത്രമാകിയാൽ നമ്മുടെ കണ്ണുകൊണ്ട് നമുക്കിത് കാണാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവിനെ നമുക്ക് കാണാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവിനെ നമുക്ക് അനുഭവിച്ചറിയാം. പരിശുദ്ധാത്മാവിനെ കാണാൻ പറ്റത്തില്ല. ആത്മീയ വസ്ത്രങ്ങൾ അനുഭവിച്ചറിയാം, പക്ഷെ കാണാൻ പറ്റത്തില്ല. നാം രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവം നമുക്ക് എന്ത് നൽകിയെന്നറിയാമോ? വചനം പഠിപ്പിക്കുന്നു, ഒരു രക്ഷാ വസ്ത്രം ദൈവം നമുക്ക് തന്നു. നാം രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാണെന്നറിയാമോ? നമുക്കൊരു അർഹതയില്ലായിരുന്നു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല, അത് ദൈവത്തിന്റെ ദാനമാണ്. കൃപ എന്ന വാക്കിന്റെ ഡെഫിനിഷൻ അർഹിക്കാത്ത സ്ഥാനത്ത് പകരപ്പെടുന്ന ദൈവത്തിന്റെ ദാനം. നമ്മൾ ചെയ്തു പോയ പ്രവൃത്തികൾ വെച്ച് നോക്കിയാൽ, നമ്മൾ പറഞ്ഞുപോയ വാക്കുകൾ വെച്ച് നോക്കിയാൽ ദൈവത്തിന് നമ്മളെ രക്ഷിക്കാൻ ഒരു സാധ്യതയില്ല. ഇവിടെ നടന്ന കാര്യമൊക്കെ മാണിപ്പാശ സാക്ഷി ഞാൻ കേട്ടിട്ടുണ്ട്. ആ സാഹചര്യം വെച്ച് നോക്കിയാൽ രക്ഷിക്കാൻ ഒരു സാധ്യതയില്ല. എന്നെ വെച്ച് നോക്കിയാൽ രക്ഷിക്കാൻ ഒരു സാധ്യതയില്ല. അഭിസ്തോത്രം. എന്നാൽ അർഹിക്കാത്ത സ്ഥാനത്ത് പകരപ്പെട്ട ദൈവത്തിന്റെ ദാനമാണ് രക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവം നമുക്ക് എന്ത് തന്നു? സന്തോഷമായിട്ട് ഒരു വസ്ത്രം തന്നു. അഭിസ്തോത്രം. ആ വസ്ത്രത്തിന്റെ പേരാണ് ദ ക്ലോത്ത് ഓഫ് സാൽവേഷൻ, അഥവാ രക്ഷാ വസ്ത്രം. 9 ഉടുപ്പുകളിലെ ആദ്യത്തെ വസ്ത്രമാണ് ദ ക്ലോത്ത് ഓഫ് സാൽവേഷൻ, അഥവാ രക്ഷാ വസ്ത്രം ദൈവം നമുക്ക് തന്നു. ആ രക്ഷാ